രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ബി.ജെ.പി. ഒരിക്കലും ചിന്തിക്കരുതെന്ന് അഭിഷേക് മനു സിംഗ്വി മുന്നറിയിപ്പ് നൽകി. ഇഡി തന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയേക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു. ലോക്സഭയിൽ സഭയിലെ ചക്രവ്യൂഹ പ്രസ്താവനയ്ക്ക് ശേഷം തന്റെ സ്ഥലം റെയ്ഡ് ചെയ്യാൻ ഇഡി പദ്ധതിയിടുന്നതായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 3 വെള്ളിയാഴ്ച അവകാശപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് രാജ്യത്തുടനീളം രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വിയാണ് ബി.ജെ.പിക്കെതിരെ എക്സിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ ഇഡി വിചാരിച്ച രാജ്യം ബി.ജെ.പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിക്കും. അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡ് സംബന്ധിച്ച് ഇഡി ഉൾപ്പെടെയുള്ളവർ തന്നെ അറിയിച്ചതായി പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടു. ഇഡി ഉദ്യോഗസ്ഥരെ ഇരുകൈയും നീട്ടി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവവികാസത്തിൽ ബി.ജെ.പി. സർക്കാർ രാഷ്ട്രീയ പീഡനത്തിനായി ഇഡി, CBI, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇതാണ് ബി.ജെ.പിയെ ചൊടിപ്പിച്ചത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ സർക്കാരിനെ തുറന്നുകാട്ടിയെന്നും ഈ ഉദ്ദേശത്തോടെ അദ്ദേഹത്തിനെതിരെ ഇഡിയും CBIയും കൊണ്ട് കേസ് ചുമത്താമെന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്നും അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുകയാണെന്നും രാഷ്ട്രീയ ലോകതാന്ത്രിക് പാർട്ടിയും നാഗോർ MP-യുമായ ഹനുമാൻ ബെനിവാൾ പറഞ്ഞു. ഒരാളെ അപകീർത്തിപ്പെടുത്താൻ കേന്ദ്രത്തിന് ഇഡി റെയ്ഡ് നടത്തുകയോ CBIയെ അയക്കുകയോ ചെയ്യാമെന്നും എന്നാൽ ഇത്തവണ ഇഡിയും CBI വന്നാൽ വിവരം അറിയുമെന്നും എതിർപ്പ് ശക്തമാണെന്നും അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു. പാർലമെന്റിൽ രാഹുൽ ചക്രവ്യൂഹത്തിന്റെ പ്രസംഗം 2-in-1 ബി.ജെ.പിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 1:52 പോസ്റ്റിൽ കുറിച്ചത്. റെയ്ഡിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായി ഇഡി വൃത്തങ്ങൾ അറിയിച്ചു. ഇരു കൈകളും നീട്ടി ഞാൻ ഇഡിക്കായി കാത്തിരിക്കുകയാണ്. ഇഡിക്കായി ചായയും ബിസ്ക്കറ്റും തയ്യാറാണെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇഡി തന്റെ വാതിലിൽ മുട്ടുക എന്ന് രാഹുൽ ഈ കാലയളവിൽ പറഞ്ഞിട്ടില്ല. 2024 ലോക്സഭയിൽ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് സംസാരിക്കവെയാണ് രാഹുൽ പ്രധാനമന്ത്രി മോദിയെ ലക്ഷ്യമിട്ടത്. രാജ്യത്തെ കർഷകരും തൊഴിലാളികളും യുവാക്കളും ഭീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ പുതിയൊരു ചക്രവ്യൂഹം ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഈ ചക്രം തകർക്കും. ഇത് തകർക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ജാതി സെൻസസ് ആണ്. അത് നിങ്ങൾ ഭയപ്പെടുന്നു. ഇതിനിടെ അംബാനിയെയും അദാനിയെയും രാഹുൽ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ സ്പീക്കർ അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്.